നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം ഓരോ നക്ഷത്രക്കാരുടെയും നക്ഷത്രഫലത്തെ പറഞ്ഞു വരികയായിരുന്നു. അശ്വതി മുതൽ അവിട്ടം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ആദ്യം 12 രാശിക്കൂറുകാരുടെയും 12 വീഡിയോകളിലായിട്ട് നക്ഷത്രഫലത്തെ സമ്പൂർണമായി അവതരിപ്പിച്ചിരുന്നു. ഋഷിഭക്തം ചാനലിലെ കുടുംബാംഗങ്ങളിലായിട്ടുള്ള പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരം ഓരോ നക്ഷത്രക്കാരുടെയും ഫലത്തെ പറഞ്ഞു വരികയാണ്. ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് ചതയം നക്ഷത്രക്കാരുടെ പുതുവർഷത്തെ 2024 സമ്പൂർണ്ണ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ ഒന്ന് കാണുക, പ്രോത്സാഹിപ്പിക്കുക. ചതയം നക്ഷത്രക്കാർ പുതുവർഷത്തിൽ ആത്മധൈര്യം കൈവിടാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ മുൻകോപമൊക്കെ ഒഴിവാക്കി ശാന്തമായിട്ടുള്ള ഇടപെടലും ഒക്കെ അനിവാര്യമായിട്ട് കൊണ്ടുപോകണം. പുതിയ സൗഹൃദ ബന്ധങ്ങളിലൂടെയൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ആധ്യാത്മികമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. തൊഴിലൊക്കെ നേടാൻ ആഗ്രഹിച്ച് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ചതയ നക്ഷത്രക്കാർക്ക് അതിനൊക്കെ ഭാഗികമായി വിജയിക്കാൻ സാധിക്കും. അപവാദം കേൾക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വന്നേക്കാം. അതൊക്കെ ഒന്ന് കരുതലെടുത്ത് വാക്കും പ്രവൃത്തിയും ഒക്കെ ഒന്ന് നിയന്ത്രിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കരുതലെടുക്കുക. മാതാവിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. അതുവഴി വൈദ്യസഹായമൊക്കെ തേടേണ്ട ആവശ്യങ്ങളും വന്നേക്കാം. നാനാവിധത്തിൽ സാമ്പത്തിക നേട്ടങ്ങളും ലാഭങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത 2024 ചതയ നക്ഷത്രക്കാർക്കുണ്ട്. തൊഴിൽപരമായി ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ചതയ നക്ഷത്രക്കാരാണെങ്കിൽ അവർക്ക് അല്പം ആശ്വാസം ഉണ്ടാകാനുള്ള സാഹചര്യവുമുണ്ട്. ധാരാളം യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു ചേരാം. സഹോദര സ്ഥാനീയരായിട്ടുള്ളവർക്ക് മനക്ലേശത്തിനൊക്കെ സാധ്യതയുണ്ട്. ഇഷ്ടപ്പെട്ട വിവാഹമൊക്കെ നടക്കാനുള്ള സാഹചര്യമുണ്ട്. അതിനൊക്കെ വീട്ടുകാരുടെ സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കാനും സാധ്യതയുണ്ട്. വിലപിടിപ്പുള്ള ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങിയേക്കാം. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാഹചര്യമുണ്ട്. പുതിയ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ചതയ നക്ഷത്രക്കാർ ദോഷങ്ങൾ ഇല്ലാതാകുന്നതിനും ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനും ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിനും 2024 നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനുമൊക്കെ ഗണപതി ഭഗവാനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. വെള്ളിയാഴ്ചകളിൽ ഗണപതിയുടെ മന്ത്രങ്ങൾ പ്രത്യേകമായി ജപിക്കുക. ഗണപതി ക്ഷേത്ര ദർശനം നടത്തി കദളിപ്പഴം, മോദകം തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക. ഗണപതി ഹോമം നടത്തുന്നതും വളരെ വിശേഷമാണ്. എല്ലാ ചതയ നക്ഷത്രക്കാർക്കും 2024 അതിഗംഭീരമായിട്ടുള്ള വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് നൽകുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് പൂരിട്ടാതി നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ നക്ഷത്ര ഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.